Good morning, children. How are you? Are you fine? Okay. Today is our first EBS class, Fields and Forests. Vayalum Vanavum. Take your textbook, page number 7. Look at this page, page number 7. Look at the picture. What do you see in the picture? What creatures in the picture? കാണുന്നുണ്ടോ എല്ലാവരും? സ്ക്വറൽ, ടോർട്ടിസ്, ബേർഡ്സ്, പിന്നെന്തൊക്കെയുണ്ട്? സ്നേക്ക്, ഫ്രോഗ്, ഫിഷ്, അല്ലേ? ഇതിൽ സ്ക്വറൽ എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണോ അതോ കരയിലാണോ? കരയിൽ ജീവിക്കുന്നു, അല്ലേ? കരയിൽ മരങ്ങളിലും കരയിലും ഒക്കെ ചാടി കിടന്ന് ജീവിക്കുന്നു. പക്ഷികൾ പറന്ന് ജീവിക്കുന്നു. ടോർട്ടിസ്, ആമയോ? ആമ കരയിലും ജീവിക്കുന്നു, വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ കാണുന്നത്? സ്നേക്ക് എവിടെയാണ് ജീവിക്കുന്നത്? കരയിലാണോ അതോ വെള്ളത്തിലാണോ? കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും, അല്ലേ? പിന്നെ ഫ്രോഗ് എവിടെയാണ് ജീവിക്കുന്നത്? കരയിലാണോ വെള്ളത്തിലാണോ? കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും. പിന്നെ അവസാനം ഇവിടെ കാണുന്ന ആരാണ്? ഫിഷ്, അല്ലേ? ഫിഷ് എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ്? കരയിലാണോ? കരയിലല്ല, വെള്ളത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? വെള്ളത്തിലാണ് ഫിഷ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ജീവികൾക്കും അവയ്ക്ക് ജീവിക്കുന്ന സ്ഥലത്തിന് ഉതകുന്ന രീതിയിലുള്ള, അനുയോജ്യമായ രീതിയിലുള്ള പ്രത്യേകതകൾ അവയ്ക്കുണ്ടായിരിക്കും. മനസ്സിലായോ? അനുകൂലനങ്ങൾ ഉണ്ടായിരിക്കും. മലയാളത്തിൽ അതിന് അനുകൂലനങ്ങൾ എന്ന് പറയും. എന്തെന്ന് പറയും? അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസ് എന്ന് പറയും. അതായത് അഡാപ്റ്റേഷൻ, വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? ആൻ ഓർഗാനിസം ഹാസ് certain peculiarities that to live in dwelling place, that is adaptation. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് അവ താമസിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ അനുയോജ്യമായിട്ട് പ്രകൃതി അതിന് നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ, സവിശേഷതകൾ, അതാണ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അനുകൂലനങ്ങൾ. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ ജീവിക്കുന്നതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള സവിശേഷതകൾ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അതുപോലെ തവളയ്ക്ക് കരയിൽ ജീവിക്കുന്നതിനുള്ള പ്രത്യേകതകളുണ്ട്. അതുപോലെ വെള്ളത്തിൽ ജീവിക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ തവളയ്ക്കുണ്ട്. പാമ്പിനും അതുപോലെ തന്നെ, അല്ലേ? ആമയ്ക്കും അതുപോലെ തന്നെ. ആമയും കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും. അണ്ണാനും അതുപോലെ തന്നെ. മറ്റ് ജീവികളെല്ലാം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും അവയ്ക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ സവിശേഷതകൾ അവയ്ക്ക് ഉണ്ട്. അതിനാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫിഷ് സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡു യു ഒബ്സർവ് എ ഫിഷ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫിഷ് സഞ്ചരിക്കുന്നത്? എവിടെയാണ് ഫിഷ് ജീവിക്കുന്നത്? എവിടെയാണ്? വെയർ ഡസ് ദ ഫിഷ് ലിവ്? ഫിഷ് ലിവ്സ് ഇൻ വാട്ടർ, അല്ലേ? വെയർ ഡസ് ദ ഫിഷ് ലിവ്? ദ ഫിഷ് ലിവ്സ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്ക് ഒരു ഫിഷിൻ്റെ സഞ്ചാരം കാണാം. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ഫിഷ്? ഒന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആ മത്സ്യത്തിൻ്റെ സഞ്ചാരം ഒന്ന് ശ്രദ്ധിച്ചേ. അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വെള്ളത്തിൽ? എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പെക്യുലാരിറ്റി ഓഫ് എ ഫിഷ് ഈസ് ബോട്ട് ഷേപ്പ് ബോഡി. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? രണ്ടറ്റവും കൂർത്ത ആകൃതിയാണ് ബോട്ടിനുള്ളത്, അല്ലേ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ബോട്ട് ഷേപ്പ് ബോഡി ആയതുകൊണ്ട് മത്സ്യത്തിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാനും മത്സ്യത്തിന് സാധിക്കുന്നു. ഇറ്റ് വിൽ ഹെൽപ്പ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സാധിക്കുന്നു. അങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട്. വാട്ട് ഈസ് ദ സെക്കൻഡ് പെക്യുലാരിറ്റി? What is the second peculiarity of a fish? The second peculiarity of a fish is
ഫിൻസ് ആൻഡ് ടെയിൽസ്. ഫിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ മത്സ്യത്തിൻ്റെ മുകളിലും താഴെയും വശങ്ങളിലും ഒക്കെ ചിറകുകൾ പോലെ കണ്ടോ നിങ്ങൾ? കണ്ടോ എല്ലാവരും? ആ വെള്ളത്തിന് നല്ല ഭംഗിയുണ്ടല്ലേ അത് സഞ്ചരിക്കുന്നത് കാണാൻ. ആ ചിറകുകളെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. ടെയിൽസ് എന്താണ്? വാല്, നല്ല ഭംഗിയുള്ളൊരു വാലുണ്ടല്ലേ. അപ്പോൾ ഫിൻസും ടെയിൽസും കൊണ്ട് അതിനുള്ള ഉപയോഗം എന്താണ്? ടു സ്വിം ഇൻ ദ വാട്ടർ ഈസിലി. വെള്ളത്തിൽ നല്ല അനായാസമായിട്ട് സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സാധിക്കുന്നു. ഫിൻസ് ആൻഡ് ടെയിൽസ് ടു സ്വിം ഇൻ ദ വാട്ടർ ഈസിലി. ദ തേർഡ് പെക്യുലാരിറ്റി ഓഫ് ദ ഫിഷ് ഈസ് ഗിൽസ്. ഗിൽസ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മത്സ്യത്തിൻ്റെ തലയുടെ താഴെ വശമായിട്ട് മത്സ്യം ശ്വസിക്കുന്നതുണ്ടോ, അനങ്ങുന്നുണ്ടോ കണ്ണിന് താഴെയൊക്കെ? അവിടെ നമ്മൾ പതുക്കെ ഒന്ന് അതിനെ ഇത് മാറ്റി നോക്കിയാൽ ഉള്ളിൽ ചുവപ്പ് നിറത്തിൽ, നിങ്ങൾ മത്സ്യത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ചത്ത മീനിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ചെകിള ഭാഗം ഒരു ഭാഗം പൊക്കി നോക്കുമ്പോഴേക്കും അതിൽ ചുവന്ന നിറത്തിൽ, ചിരവ നാക്ക് പോലെ ചുവന്ന നിറത്തിലൊരു സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് ഗിൽസ് എന്ന് പറയുന്നത്. അതുപയോഗിച്ചാണ് ഈ മത്സ്യം ശ്വസിക്കുന്നത്. ദ ഗിൽസ് ഹെൽപ്സ് ദ ഫിഷ് ഫോർ ബ്രീതിങ്. ഇറ്റ് ഹെൽപ്സ് ദ ഫിഷ് ഫോർ ബ്രീതിങ്. അതിനെ ശ്വസിക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഗിൽസ് ആണ്, അല്ലെങ്കിൽ ചെകിള പൂക്കളെന്ന് പറയും. ദ ഫോർത്ത് പെക്യുലാരിറ്റി ഓഫ് ദ ഫിഷ് ഈസ് സ്കെയിൽസ്. സ്കെയിൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ ചെതുമ്പലുകൾ. മത്സ്യത്തിൻ്റെ ചെതുമ്പലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഈ സ്കെയിൽസ് അല്ലെങ്കിൽ ചെതുമ്പലുകൾ കൊണ്ട് മത്സ്യത്തിനുള്ള ഉപയോഗം എന്നറിയാമോ? നമ്മളുടെ ശരീരം പോലെ തന്നെ മാംസം ഉള്ള ഭാഗമാണ് മത്സ്യത്തിനും. അപ്പോൾ ആ മാംസത്തിന് പുറമെ കവർ ചെയ്ത് അതിനെ സംരക്ഷിക്കുന്നത് ഈ സ്കെയിൽസ് ആണ്, അല്ലെങ്കിൽ ചെതുമ്പലുകളാണ്. ദ സ്കെയിൽസ് പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ ദ വാട്ടർ. ഫിഫ്ത്ത് പെക്യുലാരിറ്റി ഓഫ് എ ഫിഷ് ഈസ് സ്ലിപ്പറി ബോഡി. അതായത് വഴുവഴുപ്പുള്ള ശരീരം. നിങ്ങൾക്ക് മത്സ്യത്തെ കയ്യിലെടുക്കുമ്പോൾ അറിയാമല്ലോ, നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടാവും. എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ തോന്നും അല്ലേ? അപ്പം അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് മത്സ്യത്തിന്? എന്തായിരിക്കും പ്രയോജനം? ടു ലിവ് ഇൻ വാട്ടർ ഈസിലി. വെള്ളത്തിൽ അനായാസം ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും ഒക്കെ ഈ സ്ലിപ്പറി ബോഡി അതിനെ സഹായിക്കുന്നു. ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ലുക്ക് അറ്റ് ദ ബോർഡ്. ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരയ്ക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ ചിത്രം വരയ്ക്കാൻ? ചിത്രം വരച്ച് അത് കളർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. ഇവിടെ നോക്കി എല്ലാവരും അതിൻ്റെ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ടീച്ചർ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട്. ഗിൽസ്, ഫിൻസ്, സ്കെയിൽസ്, ടെയിൽ, ഇത്ര എഴുതിയിട്ടുണ്ട്. ഗിൽസ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എന്താണ് ഗിൽസ്? ചെകിളപ്പൂക്കൾ അല്ലേ. ഫിൻസ് എന്താണ്? ചിറകുകൾ. സ്കെയിൽസ് ചെതുമ്പലുകൾ അല്ലേ. ടെയിൽ വാല്. ഇത്രയും മനസ്സിലായല്ലോ. അതിനടുത്ത് നോക്കിയാൽ പെക്യുലാരിറ്റീസ് ഓഫ് എ ഫിഷ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. പ്രത്യേകതകൾ, ഫിഷിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ബോൾ ഷേപ്പ് ബോഡി. ഇറ്റ് വിൽ ഹെൽപ്പ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. തോണിയുടെ ആകൃതിയിലുള്ള ശരീരം അതിനെ എന്തിനു സഹായിക്കുന്നു? ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. വെള്ളത്തിൽ ഈസി ആയിട്ട് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഫിൻസ് ആൻഡ് ടെയിൽസ്. അതിൻ്റെ ചിറകുകളും വാലും. ടു സ്വിം ഇൻ ദ വാട്ടർ ഈസിലി. വെള്ളത്തിൽ നീന്തുന്നതിന് സഹായിക്കുന്നു. തേർഡ് വൺ, ഗിൽസ്, ചെകിളപ്പൂക്കൾ. ഇറ്റ് ഹെൽപ്സ് ദ ഫിഷ് ടു ബ്രീത്ത്. അവയ്ക്ക് എന്തിനാണ് സഹായിക്കുന്നത്? ഗിൽസ്, ചെകിളപ്പൂക്കൾ എന്തിനാണ് സഹായിക്കുന്നത്? ശ്വസിക്കുന്നതിന് സഹായിക്കുന്നു. വെള്ളത്തിൽ ഉള്ള ഓക്സിജൻ അവ ശ്വസിച്ച് സ്വീകരിച്ചിട്ട് അത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ തന്നെ. കരയിലേക്ക് എടുത്തിട്ടാൽ അത് ചത്തുപോകും. വെള്ളത്തിൽ തന്നെയുള്ള ഓക്സിജനാണ് അവ ശ്വസിക്കുന്നത്. ഫോർത്ത് വൺ ഈസ് സ്കെയിൽസ്. പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ വാട്ടർ. അതിൻ്റെ ചെതുമ്പൽ. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ചെതുമ്പലുകളാണ്. മീനിൻ്റെ പുറമേയുള്ള, ശരീരത്തിന് പുറമേ കാണുന്ന ഭാഗമാണ് ചെതുമ്പലുകൾ, തിളക്കമുള്ള ഭാഗം. പ്രൊട്ടക്ട് ദ ഫിഷ് ഇൻ വാട്ടർ. അതിനെ വെള്ളത്തിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതിന് സഹായിക്കുന്നതാണ് സ്കെയിൽസ്. ഫിഫ്ത്ത് വൺ ഈസ് സ്ലിപ്പറി ബോഡി. സ്ലിപ്പറി എന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ള ശരീരം. ഹെൽപ്സ് ടു മൂവ് ഇൻ വാട്ടർ ഈസിലി. സുഖമായി സഞ്ചരിക്കുന്നതിനും അതുപോലെ തന്നെ അതിന്
ജീവിക്കുന്നതിനും വെള്ളത്തിൽ ജീവിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേകതയാണ് സ്ലിപ്പറി ബോഡി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ ഇത്രയും ഈ ഫിഷിൻ്റെ പടം വരച്ച് ഇതെല്ലാം അടയാളപ്പെടുത്തണം. ഇത് ഇത്രയും എഴുതുകയും ചെയ്യണം. ഓക്കെ ഓക്കെ ക്യാൻ യു മേക്ക് എ ഫിഷ് വിത്ത് എ പീസ് ഓഫ് പേപ്പർ? ക്യാൻ യു മേക്ക്? ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? വർണ്ണപ്പകിട്ടുള്ള ഒരു ഫിഷിനെ ഉണ്ടാക്കാൻ പറ്റുമോ വർണ്ണ പേപ്പർ കൊണ്ട്? അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരു പേപ്പർ കൊണ്ട് ഒരു മീനിനെ ഉണ്ടാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു തരണം. കേട്ടല്ലോ എല്ലാവരും? ഓക്കെ.
ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫിഷ്, ഫിഷിൻ്റെ ചിത്രം വരച്ച് ഇതെല്ലാം നിങ്ങൾ അടയാളപ്പെടുത്തണം. ഇത് ഇത്രയും എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങളുടെ വർക്ക്? പേപ്പർ കൊണ്ട് ഒരു ഫിഷിനെ ഉണ്ടാക്കണം. ചെയ്യുമല്ലോ എല്ലാവരും? വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ചെയ്തിട്ട് ടീച്ചർക്കത് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് സമാപിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.